ബി.ജെ.പി. സർക്കാർ സ്വന്തം പാർട്ടിക്ക് പണമുണ്ടാക്കാൻ കൊണ്ടുവന്ന ഇലക്ട്രൽ ബോണ്ട് ഭരണഘടനാ വിരുദ്ധമെന്ന് ചൂണ്ടിക്കാട്ടി സുപ്രീം കോടതി റദ്ദാക്കിയതോടെ ഭാരത മക്കൾ വിചാരിച്ചതാണ് മുട്ടനൊരു പണി വരാനുള്ളത്. വന്നു സിറ്റിസൺഷിപ്പ് അമെൻമെന്റ് ആക്ട് 2024 അഥവാ പൗരത്വ നിയമം. സംഗതി തിരഞ്ഞെടുപ്പിന് മുമ്പ് നടപ്പാക്കുമെന്ന് സാക്ഷാൽ അമിത് ഷാ കാലേ കൂട്ടി പറഞ്ഞിരുന്നു. ആദ്യം ഇലക്ട്രൽ ബോണ്ടിനെ പറ്റി പറയാം. ബി.ജെ.പി. സർക്കാർ അധികാരത്തിലെത്തിയപ്പോൾ കോർപ്പറേറ്റുകളുടെ സംഭാവന ഉൾപ്പെടെ എളുപ്പമാക്കാൻ ലക്ഷ്യമിട്ടാണ് ഇലക്ട്രൽ ബോണ്ട് പദ്ധതി തുടങ്ങിയത്. നേരത്തെ രാഷ്ട്രീയ പാർട്ടികൾക്ക് നേരിട്ട് സംഭാവന നൽകുന്നതായിരുന്നു രീതി. എന്നാൽ ഇത് വന്നപ്പോൾ പണം കൈമാറുന്നതിന് പകരം ബാങ്ക് ഇഷ്യൂ ചെയ്യുന്ന ബോണ്ടുകൾ വഴി ആർക്കും പണം നൽകാമെന്നായി. ആരാണ് പണം നൽകിയതെന്ന കാര്യം രഹസ്യമായിരിക്കും. ഇങ്ങനെ ലഭിക്കുന്ന സംഭാവനകൾ രാഷ്ട്രീയ പാർട്ടികൾ തെരഞ്ഞെടുപ്പ് കമ്മീഷന് മുന്നിൽ വെളിപ്പെടുത്തണമെന്ന് നിർബന്ധവുമില്ല. ആരാണ് സംഭാവന നൽകിയെന്ന് പാർട്ടിയും അവരുമല്ലാണ്ട് മറ്റൊരാൾ അറിയില്ലെന്ന് ചുരുക്കം. ഫലമോ ബി.ജെ.പിക്ക് കോടികൾ ലഭിച്ചു. എക്സാക്ട്ലി 6566.12 കോടി രൂപയുടെ ഇലക്ട്രൽ ബോണ്ടുകളാണ് ബി.ജെ.പിക്ക് ലഭിച്ചത്. കോൺഗ്രസിന് കിട്ടിയതോ വെറും 1123 കോടി രൂപ മാത്രം. കള്ളപ്പണം വെളുപ്പിക്കുന്നത് തടയിടാൻ ഇലക്ട്രൽ ബോണ്ട് സഹായിക്കുമെന്നായിരുന്നു കേന്ദ്ര സർക്കാരിന്റെ വാദം. എന്നാൽ സുപ്രീം കോടതി പറയുന്നത് കള്ളപ്പണം വെളുപ്പിക്കുന്നതിനുള്ള വഴി എന്നാണ്. അതോടെ സുപ്രീം കോടതി ഇലക്ട്രൽ ബോണ്ട് അങ്ങ് റദ്ദാക്കി. ഇത് സംബന്ധിച്ച എല്ലാ കണക്കും കൃത്യമായി നൽകണമെന്നും SBIയോട് പറഞ്ഞു. ഇതോടെ ബി.ജെ.പി. വെട്ടിലായി. ഈ കുരുക്കിൽ നിന്ന് ജനശ്രദ്ധയും മാധ്യമ ശ്രദ്ധയും തിരിക്കാൻ എന്തു വേണമെന്ന് തലപുകഞ്ഞാലോചിച്ചപ്പോഴാണ് പൗരത്വ നിയമം അങ്ങ് നടപ്പാക്കാമെന്ന് കരുതുന്നത്. ഇസ്ലാം മത വിശ്വാസികൾ ഒഴികെയുള്ള മതവിഭാഗങ്ങൾക്ക് പരിഗണന നൽകി മുസ്ലിങ്ങളെ രണ്ടാം കിട പൗരന്മാരായി കണക്കാക്കുന്നതാണ് ഈ നിയമമെന്ന് ഏതൊരാൾക്കും നിസ്സംശയം മനസ്സിലാകും. എല്ലാവർക്കും തുല്യത ഉറപ്പാക്കുന്ന ഭരണഘടനയുടെ ആർട്ടിക്കിൾ 14 നഗ്നമായ ലംഘനമാണിത്. പൗരത്വ നിയമം കൊണ്ടുവന്നപ്പോഴേ രാജ്യമെമ്പാടും വൻ പ്രതിഷേധം ഉയർന്നിരുന്നു. തിരഞ്ഞെടുപ്പ് അടുത്തിരിക്കെ നിയമം നടപ്പാക്കാനുള്ള കേന്ദ്ര സർക്കാരിന്റെ നിർണായക നീക്കം രാജ്യത്ത് വിവിധ തരത്തിലുള്ള പ്രതിഷേധ തീ കൊളുത്തുമെന്നും ഉറപ്പാണ്. കേരളത്തിൽ പൗരത്വ ഭേദഗതി നിയമം നടപ്പാക്കില്ലെന്ന് സംസ്ഥാന സർക്കാർ പണ്ട് പലതവണ പറഞ്ഞിരുന്നു. ഇപ്പോഴും അതുതന്നെ ആവർത്തിച്ചു. തിരഞ്ഞെടുപ്പ് മുൻനിർത്തി പൗരത്വ ഭേദഗതി നിയമത്തിന്റെ ചട്ടങ്ങൾ വിജ്ഞാപനം ചെയ്ത കേന്ദ്ര സർക്കാർ നടപടി രാജ്യത്തെ അസ്വസ്ഥമാക്കാനുള്ളതാണെന്നാണ് മുഖ്യമന്ത്രി പിണറായി വിജയന്റെ അഭിപ്രായം. മുസ്ലിം ന്യൂനപക്ഷങ്ങളെ രണ്ടാം തരം പൗരന്മാരായി കണക്കാക്കുന്ന ഈ നിയമം കേരളത്തിൽ നടപ്പാക്കില്ലെന്നും പിണറായി ആവർത്തിച്ചു. വിഭജനത്തിന്റെ രാഷ്ട്രീയത്തിനെതിരെ കോൺഗ്രസും UDFും ശക്തമായ പ്രതിഷേധവുമായി രംഗത്തെത്തി. ഇപ്പോൾ പൗരത്വ നിയമം നടപ്പിലാക്കില്ലെന്ന് സുപ്രീം കോടതിയെ തെറ്റിദ്ധരിപ്പിച്ച ശേഷം തിരഞ്ഞെടുപ്പിന് ദിവസങ്ങൾക്ക് മുമ്പ് നിയമം കൊണ്ടുവന്നതിനെതിരെ മുസ്ലിം ലീഗ് സുപ്രീം കോടതിയെ സമീപിക്കാനിരിക്കുകയാണ്. എന്തായാലും തിരഞ്ഞെടുപ്പ് ചൂടിനെ ആളിക്കത്തിക്കാൻ കേന്ദ്ര സർക്കാർ ഇറക്കിയ ആയുധം കൃത്യമായി കൊണ്ടുവന്ന് വേണം കരുതാൻ. ഇതിനെ ഇന്ത്യക്കാരെങ്ങനെ ചെറുത്തു നിൽക്കുമെന്ന് വരും ദിവസങ്ങളിൽ നമുക്കറിയാം.